ഹലോ, എന്താ പരിപാടി? എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? ഇങ്ങനെ എന്താ പരിപാടി? ഹസ്ബൻഡ് വന്നിട്ട് പരിപാടി ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. എന്തുവാണ് ഇത്? എന്തൊരു ചിരിയാ! എനിക്ക് ചിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. മുകേഷിന് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് കേരളത്തിനൊരു ഉത്തരമായി. അത് മറ്റാരുമല്ല, സിനിമാ മേഖലയിൽ നിന്നും MLA ആയി മറ്റൊരു പാർട്ടി ആണെങ്കിലും മേഖല സിനിമയാണല്ലോ. അവിടെ നമുക്ക് പിഷു അല്ല തന്നെ കുറച്ചായിട്ട് നല്ല ബുദ്ധിമുട്ടില്ല. പിഷുവിന് ഇപ്പൊ MLA ഒക്കെ ആകാൻ പറ്റിയ സംഭവം കൊള്ളാം, പക്ഷെ ഐറ്റൊന്നും ഇല്ല. മറ്റേ മമ്മൂട്ടിയെ കൊണ്ട് വരുമെന്ന് പാലക്കാട്. മമ്മൂട്ടിയുടെ കൂടെ പോകാൻ സമയം കിട്ടുന്നുണ്ടോ ആവോ തമാശ പറഞ്ഞു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പോയി മുട്ടും കുത്തി നിൽക്കുന്നുണ്ട്. വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു നമ്പർ. അതാണ് പിഷു. അത് വേറൊരു പിഷു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ എന്താ മനസ്സിലാക്കിയെന്നറിയുന്നത്, ഇതൊക്കെ സ്ഥിരം പരിപാടിയാ. എല്ലാരും ഇങ്ങനത്തെ നമ്പറുകൾ ഇറക്കും, പലരും ചോദിക്കും, പറയും, മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരാളെ ചിലപ്പോൾ ശ്വേതാമേനോനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പരിചയം ഈ രജനീന്ദ്രപ്രേതം പോലത്തെ സിനിമ കണ്ടുള്ള എല്ലാരും ഭയങ്കര ആരാധകരാവണ്ടേ. അത് വേറൊരു ആരാധനയല്ല, അവരുടെ സൗന്ദര്യത്തോട്. അത് ശാരീരിക സൗന്ദര്യം. അത് അപ്പോ നമുക്കൊരു അവസരം കിട്ടുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നൈസായിട്ട് നിട്ട് നോക്കണ്ടേ? കാരണം നമുക്ക് അത്ര താല്പര്യമായി പോയി. എന്ത് ചെയ്യാനാ? കേരളത്തിലുള്ള എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. പക്ഷെ പിഷുവിന്റെ പ്രശ്നം അറിയോ? പിഷു കിട്ടിയൊരു ചാൻസ് ഒന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവരുടെ. പക്ഷെ കാണിച്ച സാധനം അതാ. അവർക്ക് എന്തോ ഒരു ആവശ്യം വന്നു പറയുന്നു, എന്തോ വിഷയം പറയുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അതിനിടയില് ഒരു കോള് ചെയ്തിട്ട് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് അപ്പൊ അവള് പറയാ, എന്റെ പിഷു എനിക്കിങ്ങനെ വളർത്തിരിച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളല്ല. ശ്വേതാമേനോൻ ശരിക്കും അങ്ങനത്തെ ഒരാളാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാലുണ്ടല്ലോ, അവർ ഈ ഹിന്ദി ഇൻഡസ്ട്രിയിലൊക്കെ അല്ലല്ലോ, ബോളിവുഡിലൊക്കെ അല്ലാന്നോ. അപ്പൊ അവിടെ ഇത്രയും വളർച്ചകിട്ടും അലമ്പും ഇല്ല. ഈ മലയാള ഇൻഡസ്ട്രി പോലെ തറ ആളുകളുമല്ല. അവന്മാര് വേണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും. മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് തന്നെ പറയും, ഇതിങ്ങനെയാണ് കണ്ടീഷൻ, ഇതൊക്കെയാണ് ഓക്കെയാണ്. ഇതേ പ്രൊഡ്യൂസറോട് ഇരിക്കുന്നു, ഇയാളാണ് ആള്, ഇയാൾക്ക് ഇങ്ങനത്തെ കണ്ടീഷൻ അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അതിന്റേതായ രീതിക്ക് ബിസിനസ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുന്ന അവർ നോ പറഞ്ഞേനെ പിഷുവിനോട്. എന്തൊരു ഷൂ ആയി പോയത്. പിഷ് 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 കിട്ടുന്നുണ്ട് കേട്ടോ. പിഷ് ബലൂണ്ടാക്കി കാറ്റ് കൂടി പോകുന്ന പോലെ. അല്ല, ഞാൻ എന്ത് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ചോദിക്കുന്ന ടൈപ്പ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് അങ്ങനെ ചോദിച്ചാൽ അതുപോലത്തെ ഒരു സ്ത്രീ കൊടുക്കാൻ സാധ്യത കുറവാ. എന്ത് കൊടുക്കാനാ? നൂല് പോലും ഇട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല. ആ ട്രാക്ക് കണ്ടറിയാം, അത് രസമില്ല. എന്നാൽ ഇരുത്തെ പിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അത് അവരുടെ ഒരു നമ്പറാണ്, അയാളുടെ ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ആണ്, അയാളുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ് പോലെ ഇരിക്കും. ഇത് വിഷമുണ്ടല്ലോ, ഭയങ്കര തറയായി പോയി. ആ ചിരിയാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്നാ ചിരിയുടെ കൊലച്ചിരിയോ? ഇതെന്ത് ചിരി? ചോദിച്ച സമയം ഭയങ്കര അതൊക്കെ ഉണ്ട്. നൈസായിട്ട് ആ ഗ്യാപ്പ് കിട്ടിയപ്പോ ചോദിക്കുന്നത് വിളിച്ചിട്ട് ഒരുമാതിരി എനക്ക് സംഭവം കേട്ടാൽ അതാ മനസ്സിലാകുന്നത്. ഈ ശ്വേതാമേനോൻ ഇത് പോസ്റ്റ് ഇട്ടില്ലേ, അപ്പോഴും ഈ ശ്വേതാമേനോൻ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഈ ഐറ്റം ഉണ്ടെന്ന്. അവരിടുന്ന എന്തിനാണെന്നറിയോ? അവര് പറഞ്ഞില്ല, അവര് എനിക്ക് ഇങ്ങനെ പറഞ്ഞു, അത് പോട്ടെ അതൊന്നല്ല, എനിക്ക് മറ്റേ കാര്യം എന്തോ ഒരു വിഷയമുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞപ്പോ അത് ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ച പരിപാടിക്ക് അവരിട്ടത്. തനിക്ക് മനസ്സിലായത് എന്നാ? നമ്മൾ വിചാരിക്കുന്നവരല്ല ഈ ശ്വേതാമേനോന്റെ ഒരു മെന്റാലിറ്റി. അവരിവനെ അതിനകത്തുള്ള മറ്റേ സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്ന ദുഷിച്ച മനസ്സുള്ള മനുഷ്യൻ കേട്ട അല്ല, കേരളത്തിലെ കൂടുതൽ ദുഷിപ്പുള്ള എല്ലാം ലൈംഗികമായി മാത്രം കാണുന്ന എന്നെ പോലത്തെ ലൈംഗിക അടിമയും അതുപോലെ തന്നെ ലൈംഗികമായ ചിന്തകൾ മാത്രമായി തലയിൽ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ സെക്സ് മാത്രം, അത് ആ പെണ്ണിന്റെ വേറൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് സെക്സ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന എന്നെ പോലത്തെ പെർവേർഡ്സ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിച്ചാൽ ആദ്യം കേൾക്കുന്ന ഇതായിരിക്കും. മറ്റേ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമ്മൾ അവിടെ അത് കാണും, ഏത് ആ ശബ്ദത്തിലും ചോദ്യത്തിലും ഒക്കെ. പക്ഷെ ശ്വേതാമേനോൻ അത് കാണണം നിർബന്ധമില്ലടോ. കാരണം അവരിതിനൊന്നും അല്ല വിളിച്ചത്. അപ്പൊ ഇവരെന്ത് ചെയ്ത്, ഇവൻ അതിനിടയ്ക്ക് ഭർത്താവുന്നതിനുള്ള പരിപാടി ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരു ഐറ്റം ചിരിയൊക്കെ ചിരിച്ചിട്ട് മറ്റേ ശരിയായിട്ടില്ല. ഞാനെന്ന് വെച്ചാൽ ആരാന്നറിയോ? നമ്മളെ അറിയാലോ എന്നുള്ളൊരു വെയിറ്റും ഒക്കെ ഉണ്ട് ആ ശബ്ദത്തിൽ. മനസ്സിലായോ? നേരത്തെയൊക്കെ പിഷു ഒക്കെ എങ്ങനെ അറിഞ്ഞാന്നുള്ളതൊക്കെ ശ്വേതാമേനോൻ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് പിഷു വലിയ സംഭവമായിട്ടെന്നുള്ള ഇപ്പോഴും അല്ലെന്നുള്ളത് അവന്റെ സംസാരത്തിൽ മനസ്സിലാവും. മനസ്സിലായി? നിലവാരം എന്ന് പറഞ്ഞ സാധനം അങ്ങനെ കൂടുന്ന ഐറ്റം അല്ല. അതൊക്കെ സ്കൂൾ ലെവൽ എഡ്യൂക്കേഷൻ തൊട്ട്
ഉണ്ടാവേണ്ട ഐറ്റമാണ്. പിന്നെ നമ്മുടെ സമ്പർക്കം അത് ഈ മമ്മൂട്ടിയുടെ പറയാണെന്നാ ഉണ്ടാകത്തൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ സിനിമാ മേഖല മൊത്തത്തിൽ അത്ര പോരാ, എല്ലാം ഇതാ പരിപാടി, മനസ്സിലായി? ഇങ്ങനത്തെ കച്ചറകളാ, ഈ കച്ചറ ഡീലുകളുണ്ടല്ലോ, ഈ പെണ്ണ് പൈസ പെണ്ണ് ഇത്, പിന്നെ കുറെ എണ്ണ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും കണക്കാ, കൊള്ളത്തില്ല എന്നുള്ളത് അങ്ങ് ഇവരുടെയൊക്കെ മൂത്ത ഈ മമ്മൂട്ടിയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയും ജയറാമിനെയും ഒക്കെ കണ്ടറിയാം. അതിന്റെ പുറകെ വന്നവർ ഇതൊക്കെ തന്നെ. ഈ ന്യൂ ജനറേഷൻ പിള്ളേർ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആകും. കാരണം ഇതല്ലേ പരിപാടി. അങ്ങനെ മൊത്തത്തിൽ നാണക്കേടാ. അവിടുത്തെ സ്ത്രീകൾക്ക് ഒത്തിരി ഇതേപോലത്തെ പരിപാടി, മറ്റേ ഹേമ കമ്മിറ്റി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ അതുകൊണ്ടൊക്കെയാണ്. ഇവനൊക്കെ ഇത് തുടങ്ങിയേ കാണത്തുള്ളൂ എന്നുള്ളതൊന്നും അല്ല, ആദ്യത്തെ അറ്റംപ്റ്റും അല്ല. എന്തുവരും ആയിക്കോട്ടെ, ഇങ്ങനത്തെ നമ്പറൊക്കെ ഇറക്കുന്ന പിഷാടിക്ക് ഒരു വലിയ ഫണ്ണായിരിക്കും, അത് ഉറപ്പാ, അതായത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഈ ശ്വേതമേനോൻ പോലത്തെ ഒരു സീനിയർ ആക്ടറിന്റെ അടുത്ത് ഇങ്ങനത്തെ വർത്താനൊന്നും പറയാനൊന്നും ഉള്ള ഒരു ഫ്രീഡം ഒന്നും ഇല്ലെന്ന് അവരുടെ സംസാരം കേട്ടാൽ എനിക്ക് തോന്നുന്നു. അവസരം മുതലെടുക്കുക ഓക്കെ സമ്മതിച്ചു, പക്ഷേ അത് ഈ അവസരം ഇച്ചിരി പ്രശ്നമുള്ള ഒരു അവസരമാ ഇത്. ആ അവസരത്തിൽ തന്നെ അവര് പറയുന്നത് അത് വിട്, അതൊന്നും അല്ലെന്ന്, മനസ്സിലായില്ലേ? ഇതിനിടയിൽ അതൊക്കെ എങ്ങനെ കേട്ടുന്നത്? ഇതൊക്കെ ഇതുപോലൊരു ഒരു പ്രത്യേക ഒരു അവസരമാണിത്, അല്ലേ? ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര കത്തുമ്പോ വാഴ എന്നൊരാളെ പോലെ തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡയലോഗ് വരത്തില്ല അവിടെ. അതെന്ത് ഡയലോഗാണ്? ഒരു ഇങ്ങനത്തെ സംഭവം പറയാൻ ഒരാളെ വിളിച്ചു, ഇവനൊക്കെ MLA ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ വിളിക്കുന്ന എന്തൊരു കാരണം പറഞ്ഞാൽ വിളിച്ചു, ഇവൻ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ, ശ്രദ്ധിച്ചോ? അടുത്ത ഇത് നോക്കി വെച്ചോ, ഇപ്പൊ കുറെ വിളിക്കും കേട്ടോ. പക്ഷെ ഇത് അറിഞ്ഞിട്ട് ഷാരടി ഓടിച്ചു നിന്നോ, പാണി ഇതല്ല വരുന്നത്, ഇതിൽ വലുത് വരും. മറ്റേ മാങ്കൂട്ടോ തേൻകൂട്ടോ അവസ്ഥ ഉണ്ടില്ല, അതുപോലെ ആക്കി വരും. കാരണം താൻ വിചാരിക്കുന്ന ശ്വേതമേനോൻ അത്ര മോശക്കാരി അല്ലാത്തോണ്ടാണ് രക്ഷപ്പെട്ടു ഇവിടെ നിന്നത്. അല്ലെങ്കിൽ വിളിച്ചു വരുത്തും, മനസ്സിലായില്ലേ? പണ്ട് ഉണ്ണിത്താനൊക്കെ പറ്റിയത് ഇതുപോലത്തെ ചില പ്രശ്നങ്ങളൊക്കെ. ഇവിടുത്തെ കോൺഗ്രസ് മന്ത്രിമാര് മിക്കവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ PJ കുര്യൻ, ഉണ്ണിത്താൻ, ഇങ്ങനെ മുൻ ടീംസ് ഒത്തിരി ഉണ്ട്. കുഞ്ഞാലിക്കുട്ടി, ഈ ഇപ്പൊ ലേറ്റസ്റ്റ് മാങ്കൂട്ടം, പിന്നെ ആരൊക്കെയാ ഇതിനകത്ത് പേര് ദോഷമില്ലാത്ത ആളുകൾ വളരെ, PC, ജോസഫ്, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടെന്നേ. ഫ്ലൈറ്റ് കയറി പിടിച്ചെന്നൊക്കെ പറയുന്നത് ഭയങ്കര നേതാക്കന്മാരാ, കോൺഗ്രസിന്റെ നേതാക്കന്മാരാ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ വരുമ്പോ അവർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ വല്ല കൊലപാതകമൊക്കെ ആയിരിക്കും ചിലപ്പോ പറഞ്ഞോണ്ട് വരുന്ന സാധനം. പക്ഷെ കൊലപാതകം എന്ന് പറഞ്ഞാൽ പവർ വേണം. ഇത് എന്തോന്നുണ്ട് ഞാൻ പറയാം, രണ്ട് തരവാ. അവിടെ കുറവായിരിക്കും, ഉണ്ട് ഇല്ലെന്നല്ല, എന്നാ പോലും ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ള പോലത്തെ തോന്നൽ വരുന്നത്. എല്ലാവരെയും നോക്കിയോ നിങ്ങൾ? ഇതിനകത്ത് ഈ കോൺഗ്രസ് നിൽക്കുന്ന സമയത്ത് ഇത്തിരി പേരുദോഷങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുള്ള ഒരു പ്രത്യേക ഒരു ഇടപാടുകൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഈ ഗണേഷ് കുമാറാണെങ്കിലും കോൺഗ്രസ് ഉണ്ടാകുന്ന സമയത്ത് ഈ തല്ലുകൊണ്ടാകുന്നൊക്കെ പെണ്ണുങ്ങൾ അത്തിരി പരിപാടിയൊക്കെ കൂടുതലുണ്ടാകുന്നത്. പിന്നീട് അതങ്ങ് മാറ്റി പിടിച്ചു, ശ്രദ്ധിച്ചറിയാം. അതുപോലെ കുറെ പേരുണ്ട്. വേറെ ആരായിരുന്നു മന്ത്രിമാരായിട്ടൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കിടന്ന് പെരട്ടിയ കുറെ എണ്ണം. എന്തിനാണ് ഇതിനകത്തേ ഇങ്ങനൊരു ചോദ്യം അല്ലെ, ഇങ്ങനൊരു ഡൈവേർഷൻ, ഒരു ടോക്ക് തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ. എന്താ പരിപാടി എന്നാ ചോദിക്കുന്നത് വിളിക്കുമ്പോഴേ? ഏട്ടനും എങ്ങനെയായിരുന്നു? ഏട്ടനും എങ്ങനെയാണ് വൈകിട്ട് പരിപാടി ചോദിക്കുന്നത് അല്ലെ? ഒന്ന് ചോദിച്ചു നോക്കിയതാ. ഒത്തില്ല അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാണല്ലോ, ഇത് കുറച്ചുകൂടി ഒരു നല്ലൊരു അവസരത്തിലാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല. ഇത് എങ്ങനെ ഇവരുടെ പ്രശ്നം ഇവരൊക്കെ ഉണ്ടല്ലോ, ഔചിത്യബോധമില്ല. അതല്ല, ഒരു പൊസിഷനിൽ എത്തിയെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ഞാൻ എന്തോ ആളായി അപ്പ ചോദിക്കാം, മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവരുടെ ഈ ഹുങ്കും ഈ അഹങ്കാരവും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അല്പൻ അതിന്റെ ഉള്ളിൽ മറന്നിരിപ്പുണ്ട്. വെറും ഒരു അല്പന അതിന്റെ പുറകിലുണ്ട്. ആ അല്പനയാണ് ഇവിടെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത് അല്ലാതെ തന്നെ ചോദിക്കാനുള്ള ഒരു പവർ എന്താ ഇല്ലേ? ഇങ്ങനെ പൊസിഷനിലാണോ എനിക്ക് പവർ ഉള്ളത്? ഞാനാണ് എനിക്കൊരു പൊസിഷൻ ഇല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഞാൻ അവരോട് സംസാരിച്ച് നോക്കും, മനസ്സിലായോ? എനിക്കപ്പോ പറ്റും, അവ ചോദിക്കും, മുന്നിൽ കിട്ടിയ ചോദിക്കണ്ടേ? അല്ലെ പിന്നെ എങ്ങനെ ഇതൊക്കെ നടക്കുന്നേ എന്ന് ഞാൻ ചോദിക്കും. ഇങ്ങനെ കാണിക്കാറ് എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ അവർക്ക് മനസ്സിലാവും ഇന്ന് കൊള്ളാവുന്ന ആളാ എന്നവർക്ക് തോന്നും. വിഷു അങ്ങനെ ചെയ്താൽ മതി, അതാ ഒന്നും ചോദിച്ചു. അവര് വീഡിയോ എടുക്കുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ നൈസായിട്ട് ഭാവം മാറ്റിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഇങ്ങനെ അറിയാത്ത പോലെ ആ വീഡിയോ കട്ടായി പോകും. അവര് ഫോൺ താഴെ വെക്കുമ്പോൾ തുടങ്ങണം. അതേസമയം ഫോൺ ചെയ്താൽ ഈ റെക്കോർഡിങ് പ്രശ്നങ്ങള് അങ്ങനത്തെ സാധനമൊക്കെ, മനസ്സിലായില്ലേ? ഇതാകുമ്പോ ആരും ഇങ്ങനെ കാണിച്ചാൽ മതി. വൈബാന്റെ ഗ്ലാസ് ഉണ്ടോ ശ്രദ്ധിച്ചോണം. ഇപ്പൊ വൈബാന്റെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. മിന്നുന്നുണ്ടോ നോക്കിയത്? മിന്നുന്നില്ലേ? എന്നാലും വിശ്വസിക്കാൻ കഴിയത്തില്ല. മിന്നൽ മറക്കുന്നിരിക്കും. മിന്നൽ മാറാ ഉള്ള ഒരു ഗ്ലാസ് ഉമ്മിച്ചല്ലോ പാട്ടൊക്കെ പാടിയിരിക്കേണ്ടി. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പോഴും ഞാൻ പറയാലോ, ഈ പറഞ്ഞ സംഭവം ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഇത് ചെയ്യുന്ന എന്തോ ഫോൺ എന്ത് ചെയ്യുന്നത് ഇതിങ്ങനെയൊക്കെ അല്ല മതി.
പോസ്റ്റ് കിട്ടും, എല്ലാം എടുത്ത് ഓഫ് ചെയ്യില്ല, എല്ലാം പഠിച്ചോണ്ടിരിക്കും. അത് അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു രസമുണ്ട്. അപ്പൊ നമ്മള് അപ്രോച്ച് ചെയ്യുന്ന ആള്, അവരുടെ ഒരു സൗകര്യം, അവരുടെ ഒരു അവസ്ഥ. പക്ഷെ വേറെ അവസ്ഥയിലാണ് ചിലപ്പോൾ കുറച്ചും കൂടി അത് മിങ്കിളാവാൻ അറിയത്തില്ലുള്ളൂ. അതെല്ലാവർക്കും പറ്റത്തില്ല. ഒന്നാമത് ചോദിക്കാനൊക്കെ ഉള്ളതേ ഉള്ളൂ, പല രീതിയിൽ ഇംപ്രസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അപ്പോഴും പിന്നീടുള്ള പ്രശ്നം ഈ മിങ്കിൾ ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളിലാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. ഇംപ്രസ് ചെയ്യുന്നൊക്കെ ഓക്കെയാണ്, ഒരു പരിധിയൊക്കെ ഓക്കെയാണ്. പിന്നെ നിവർത്തിയതുകൊണ്ട് ഇത് ആരെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് വരും, ഇല്ലേ? അങ്ങനെയൊക്കെയല്ലേ സെറ്റ് ആകുന്നത്. പക്ഷെ അവിടെയും പിന്നെ ആ ഒരു മിംഗ്ലിങ് നടക്കാതെ വന്നിട്ട് പിന്നെ അത് അഴുപ്പിയിട്ട് ഒരുമാതിരി മറ്റേ മാംസാന ദാഹ സുഗന്ധ ജനകേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനത്തെ പരിപാടിയായി മാറും. അതല്ല ഇവിടെ ഇത്. അതിന് മുമ്പേ ഔട്ടാ. ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന വന്നില്ല, CV എടുത്തപ്പോഴേ റിജക്ട് ചെയ്യുന്ന അതിനകത്ത് സീൻ. അത്രേ ഉള്ളൂ, അല്ലേ? നോക്കി പോലും മനസ്സിലായില്ല ഇത് CV ആണോ. അയ്യോ, ഇത് അവരത് ഇട്ട് കഴിഞ്ഞപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലായത്. സേനാമേനൻ അങ്ങനത്തെ സ്ട്രേറ്റ് ഫോർവേഡ് ആളാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇത്ര പറയുന്നുള്ളൂ, അവര് അത് എടുത്ത രീതി അങ്ങനെയാ. മനസ്സിലായോ? ഓഹ് വിശ്വ അതല്ല, ഇതാവുന്നല്ല ഇവിടുത്തെ പ്രശ്നം. അവരെ മനസ്സിലാക്കാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. ആ ക്യാരക്ടർ എനിക്ക് ഇവിടെ ഇടുന്നുണ്ട്. നമുക്ക് ഇതുപോലത്തെ ആൾക്കാരൊക്കെ പരിചയമുണ്ടല്ലോ പലരും. ഈ മേഖലയിലുള്ളവരല്ലെന്നേ ഉള്ളൂ, അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാർ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ്. മനസ്സിലായി? അവരെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണേലും ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടാവും. ഞാനാണത് അങ്ങനെ തന്നെയാ നോക്കിയത്. എന്താ പറയാ, മറ്റേ സിനിമ കണ്ടപ്പോഴൊക്കെ അതുപോലെ കാമസൂത്രയുടെ പഴയ പരസ്യമൊക്കെ ഞാൻ പിന്നീട് എടുത്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഇവന്മാരെല്ലാം ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് മാന്യമായിട്ട് നിൽക്കുന്നതല്ലേ, മുന്നിൽ ചെന്ന് ഭയങ്കര ചേച്ചി എന്നൊക്കെ വിളിച്ചിടപെടുന്നവരും എല്ലാവരും എന്തോ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും. ഞാൻ ചുമ്മാ പറയാനല്ല, സേതമേനോൻ ഇത് കേൾക്കുമോന്ന് എനിക്കറിയാം. കേട്ടാലും ഞാനത് ഉറപ്പ് പറയാം, നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഈ നാറികളും ഈ ഞാനാണേലും ചിലപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലിങ്ങനെ അല്ല, അത് അതിനകത്ത് കുഴപ്പമൊന്നും പറയുന്നൊന്നുമല്ല. പക്ഷെ ഇതുണ്ട്. അപ്പൊ അത് പോലെയുള്ള ആളുകൾ ചിലപ്പോ ഇനി ഇവർക്ക് എത്ര അപ്രോച്ച് ആയിരിക്കും നടന്നേക്കുന്നത് ജീവിതത്തിൽ. എന്റെ അമ്മോ, അത്രയൊക്കെ ഭംഗിയുള്ള ഒരാളെ വിടത്തിലൊരുത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവന്മാര് നാറികള് എല്ലാം പുറകെ അങ്ങ് കൂടിയിട്ട് ശല്യമായിരുന്നിട്ടുണ്ടാവുന്നേ മലയാളത്തില്. കച്ചറകളല്ലേ ഇവന്മാര്. ഇവരാണെ മറ്റേ ബോളിവുഡിൽ നിന്ന് വന്നേക്കുന്നു. അവിടെ അങ്ങ് മനസ്സിലായില്ലേ? അങ്ങനെ നടന്നവളാന്നൊരു ചോദിച്ചിട്ട് കിട്ടിയില്ല പറഞ്ഞു നടക്കുന്നവന്മാർ ഇവിടെ ഉണ്ട്. നമ്മൾ വിചാരിച്ചത് അവളെ വലിയ പുള്ളിയാ, അവിടെയൊക്കെ ഉള്ളു, നമുക്കൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഇതിനകത്ത്. മറ്റേ മുകേഷിന്റെ ഒരു സീനല്ലേ, ഏതൊരു പെണ്ണിന്റെ അടുത്ത് കയറി ഇങ്ങനെ ചോദിച്ചിട്ട് വരും. ആ പെണ്ണ് അടിച്ച കണ്ണത്തെങ്ങാണ്ട് അടിക്കും. അങ്ങനെ പറയാം, ആ പെണ്ണ് ശരിയല്ല. അങ്ങനത്തെ ടീംസ് ഒക്കെയാണ് ഇവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിക്കൊന്നും വലിയ വിഷയമൊന്നുമല്ല. മനസ്സിലായോ? ഇത് ചെറിയ ചോദ്യമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷെ പുള്ളിക്കാരി ഇത് പോസ്റ്റ് ചെയ്ത പോലും വിചാരിച്ചു കാണത്തില്ല ഇതിനാണ്. അതാണ് അതിന്റെ രസം. ആ ഫോൺ കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അല്ലേ കോൾ റെക്കോർഡിംഗ് വേണ്ടി വരും. കാരണം ഇമാതിരി സാധനങ്ങൾ ഒരുപാട് വരും. ഇത് തന്നെ പണി. അത് വെക്കാതിരിക്കാൻ പറ്റത്തില്ല. അതങ്ങെടുത്ത് പുള്ളിക്കാരി വരുന്നുണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഒരു ചുക്കും ചെയ്തില്ല എന്നുള്ള പോലെ അതിന്റെ സാധനം അവർ ഇട്ടത്. അല്ലാതെ പിഷുവിന്റെ മറ്റേ ഈ സാധനം അല്ല. പിഷ് ഇതായിട്ടോ മുണ്ടൊക്കെ തുടയിലൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ. ഏതാ ഫോൺ വിളിക്കുന്നൊക്കെ എങ്ങനെയായിരിക്കും? അടിച്ചു കഴിഞ്ഞപ്പോ MLA പവർ കാണിക്കാൻ പവർ പോരാ, തീരെ പവർ പോരാ. ഉള്ള കാര്യമല്ലോ, ഭയങ്കര വീക്ക് എവിടാന്ന് വെച്ചാൽ വീക്ക്നെസ് എന്ന് പറയുന്നത് ആ ഒരു ധൈര്യം എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ. ഏത് പൊട്ടനും ധൈര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? ബുദ്ധിശൂന്യതായ മനുഷ്യർക്ക് ധൈര്യം, ആ തരത്തിലൊരു ധൈര്യം ഉണ്ട്. മനസ്സിലായില്ലേ? അതിന് ചിലപ്പോ എടുത്ത് ചാടാനൊന്നും മടിയൊന്നും കാണത്തില്ല, നാണമില്ല, അതേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്ത് എവിടെ ചെന്ന് ഇറക്കി വിട്ടാൽ ഇതൊക്കെ തന്നെ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തൊരു നാണക്കേടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കുറച്ചൊരു പൊസിഷനും പവറും ഒക്കെ ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ തൊട്ടി പരിപാടികൾ കുറച്ച് കുറയ്ക്കുന്നതല്ലായിരിക്കും. അതിന് മറ്റെന്തെങ്കിലുമൊക്കെ ഒരുപാട് മാർഗങ്ങളോ ഒക്കെ ചെയ്യാം. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇങ്ങനെയുള്ള കേസ് കിട്ടി പോയി പെടത്തില്ല. അല്ലെങ്കിൽ അവരൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുകയോ മിണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെയൊക്കെ കണ്ടിട്ടാണ് ഈ പറഞ്ഞ ഈ ടീംസ് ഒക്കെ കിടന്ന് കളിക്കുന്നത്. അത് ഒത്തിരി എണ്ണം ഉണ്ട്. ഇത് അറിയാത്തവരുണ്ട്. ഇങ്ങനെ നാണം കെട്ടോണ്ടിരിക്കും. എവിടെയും ചെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ആയിപ്പോവും. എല്ലാം ഇതൊന്നും വരത്തില്ല. അതിനുള്ള പവറില്ല. ആ പവർ ഇല്ലാത്തതുകൊണ്ട് അത് ലീക്ക് വരായത്. ഇവൻ ബാഫിളാണ് ലീക്ക് ആകത്തൊന്നുമില്ല. മോല ഇങ്ങനെ ചോദിച്ചിരുന്നതിൽ സേനാമേനോൻ ലീക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. പറ്റുമോ? ഇല്ല. പിഷു ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൊന്നും മനസ്സിലാകുന്നത്. പിഷുവിനെ വെറും പിഷുവായിട്ട് അവർ വെച്ചേക്കുന്നത്. മനസ്സിലായ? അത്രേ ഉള്ളൂ. അല്ലല്ലോ ഈ ഗതി വരത്തില്ല. പിഷു അത് മനസ്സിലാക്കണം കേട്ടോ.
വിഷു ഇനി ചെന്നാലും ഇതേപോലെയൊക്കെ തന്നെ നടക്കും. വിഷുവിനെ അങ്ങനെ കാണുന്നവരുണ്ടാകുന്നുണ്ടാവും. അതിന്റെയൊക്കെ ലെവൽ എന്താണെന്ന് വിഷുവിന് അറിയാം. ആ ലെവലിലുള്ള കളി മതി, അല്ലാതെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കരുത്. ഈ എവിടെ ഇലക്ഷൻ ഒന്ന് ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഈ ഇത്ര അപ്ഗ്രേഡ് നടക്കത്തില്ല. മനസ്സിലാകുന്നത്? ഈ ക്വാളിറ്റി അപ്ഗ്രേഡ് അല്ല നടന്നേക്കുന്നത്. എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ശ്വേതാമേനോൻ വോട്ടും ചെയ്ത് കാണത്തില്ല. വോട്ട് അവര് പാലക്കാടാണ്. ഞാൻ പറയാം, അതും ശരിയാ. വോട്ട് പോലും ചെയ്ത് കാണത്തില്ല. ചെയ്ത് കാണത്തില്ല. അവർക്കൊരു താല്പര്യമില്ല. ഇവനെയാണ്ട് അമ്മയിലാണ്ട് സംഭവമായിട്ട് കയറുകയൊക്കെ ചെയ്തിട്ട് റിസൈൻ ചെയ്തെന്ന് പറയുന്നു. ഏതാണ്ട് കാണിക്കുന്നുണ്ട്. പിഷുവിനെ നമുക്ക് നേരത്തെ അറിയാം. പിഷു കോമഡിയൊക്കെ പറയുന്നത്, പന്ന കോമഡിയൊക്കെ ചില സമയത്ത് പറയും. അതൊക്കെ അന്ന് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഈ പിഷു എന്താ ഇങ്ങനെയാണ്, ആ സാധനം വരത്തില്ല ഒരുമാതിരി കൊള്ളാവുന്ന തലേന്ന്. പിഷു ചില ഐറ്റം അടിക്കും. അതൊന്നും ചില ആൾക്കാർ സെലക്ട് ചെയ്യാത്ത ഐറ്റം ഉണ്ട്. ഇതേപോലെ ഈ സാധനം എല്ലാം സെലക്ട് ചെയ്യത്തില്ല. ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് തന്നെ. മനസ്സിലായോ? അത് ഒരുതരം വൃത്തികേടുണ്ട് അതിനകത്ത്. ആ സമയം ശരിയല്ല, സമയം ശരിയല്ല, സാഹചര്യം ശരിയല്ല, ചെയ്ത രീതി ശരിയല്ല. അപ്പൊ അതുകൊണ്ട് അപ്രോച്ച് ചെയ്ത ആള് ശരിയല്ല. അയ്യോ, അതാണ് അതിനെ പറ്റിയ പ്രശ്നം. വേറെ എന്തോ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നു. ഇനി ഇതുപോലെ സാധനം വരും കേട്ടോ. പിഷു പെടും. പിഷുവിനോട് എനിക്ക് പറയാനുള്ളത്, പിഷുവിന്റെ അടുത്ത് വീഡിയോ കിട്ടുമെന്ന് എനിക്കറിയാം. വേറെ അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിട്ടും. കാരണം പിഷു ഇനി ഇതുപോലെ ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗതി വരും. പിഷുവിനെ ഇമാര് ഏറിക്കേറ്റും. കോൺഗ്രസ്സുകാർ താങ്ങാൻ പോലും വരത്തില്ല. ആ മാങ്കൂട്ടം കുറെ കൊല്ലമായിട്ട് ഇതിനകത്ത് പറയാൻ, ഇതിന്റെ സംഘടനാ പ്രവർത്തനം മറ്റേതായിട്ട് നടന്നവനെ പോലും അവർ തിരിഞ്ഞു പോകുന്നില്ല. പിഷു സിനിമയെന്നെങ്ങാണ്ട് വലിഞ്ഞു കയറി ചെന്ന പോലെ തോന്നുന്നുള്ളൂ. പിന്നെ പണ്ടെങ്ങാനും വല്ല കേസിലും വല്ല കോളേജിലും വല്ലതും കൂടി പിടിച്ചിട്ടുണ്ടോ അറിയില്ല. അതൊന്നും പോരാ. ഇവര് കൈപിടിക്കും. ഇപ്പൊ ഊക്കിയൊക്കെ ആരാ പോയെന്നറിയാം. ഊക്കി എന്ന് പറഞ്ഞാൽ ആൾ പറയാത്ത പോലത്തെ അവസ്ഥകളൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ പലതരം തുടങ്ങിയില്ല. അതിന് മുമ്പേ വിരുദ്ധമായിട്ടാ ചെയ്തോണ്ടിരിക്കുന്നത്. ഭയങ്കര സംഭവം. മോഡിഫിക്കേഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞോണ്ട് ഇപ്പം പെറ്റി അടിച്ചു കൊടുത്തേക്കുന്നത് 1 കോടി രൂപ അതിന് നന്നായി. അതൊക്കെ പിന്നീട് വേറെ പണിയൊന്നും. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നല്ല ഇവര് ജയിച്ചത്. അവർക്ക് അതല്ലേ, അത് ജയിച്ചതിന് കാര്യമല്ല പറഞ്ഞ കാര്യങ്ങളുടെ ചുമ്മാ പറയുന്നത്. ഇങ്ങനെ തിരിച്ചു കാണിച്ചാൽ അർത്ഥം എന്താ? പണി തരാടാന്നാണ്. പൂമ്പാറ്റ തേൻ കുടിക്കുന്ന പോലെ തേൻ കുടിക്കുന്ന പോലെ ടാക്സ് പിടിക്കുന്ന മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഒരാളെ കാണത്തുള്ളൂ. ശരിയാക്കി തരാടാ, ഇതാ ഉദ്ദേശിച്ചത്. ഇമാര് വിചാരിച്ചു പെറ്റി കയറ്റി തരാന്നാ പറഞ്ഞേ. എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ല. അതൊക്കെ നമുക്ക് നോക്കാം. കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ ഒക്കെ ആവാന്ന്. മനസ്സിലായോ? പക്ഷെ പിള്ളേർക്കറിയത്തില്ല ഇത് കുറച്ചെവിടെ. അതുകൂടാതെ വേറൊരു സാധനം ഉണ്ടാകല്ലോ. പൂമ്പാറ്റ തേൻ കുടിക്കുന്നു, അതുപോലെ തന്നെ മദ്യ നയം, മറ്റേ വിഴിഞ്ഞം വിറ്റ് അറിഞ്ഞില്ലെന്ന് പറയുക. എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. പോരാത്തതിന് മംഗലാപുരത്ത് പോയതുണ്ടോ, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആള് കടന്നു കളഞ്ഞു. എന്തിനാ പോയെന്ന് വെച്ചപ്പോ അത് വേറെ വേറെ വിഷയം ഉണ്ടാകുന്നത്. അവര് ചുമ്മാ കാണുന്ന പോയി. അത് ആ ഇടയില് ഈ ഗ്യാപ്പിലൊക്കെ ഇയാളിങ്ങനെ പോകുന്നത് ശരിയാണോ? ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിട്ടേ ചുമ്മാ ചിരിച്ചും കളിച്ചും നടക്കും. എല്ലാം കൂടെ കരിമണലാണ് നോട്ടം എല്ലാവർക്കും. ഉണ്ടല്ലോ നോക്കിക്കോണം, കുറെ അഴിമതി നടക്കും. എന്നിട്ട് പിന്നെ കോൺഗ്രസിന് ഈ പ്രദേശത്ത് കാണത്തില്ല. എങ്ങനെയാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഈ കോൺഗ്രസിന് അണികളൊന്നും ഇല്ല. പിന്നെ വോട്ട് ചെയ്ത് ആരാ? അത് ഈ ഇവിടെ നിഷ്പക്ഷ ജനതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലാത്ത ആൾക്കാരില്ലേ. വേറെ കുറെ നാൾ ഇവന്മാര് ഇരുന്നപ്പോ ഇപ്പുറത്ത് കൊടുത്തേ ഉള്ളല്ലേ, അല്ലാതെ വേറെ പണി. ഇവിടുത്തെ എല്ലാരും പാർട്ടിക്കാരൊന്നുമല്ല. മനസ്സിലായോ? എന്റെ മമ്മിക്ക് പാർട്ടിക്കാരൊന്നുമല്ല. അവര് ചിലപ്പോ അവിടുത്തെ MLA-യോട് ആരോടാണോ നമുക്ക് കുറച്ച് അടുപ്പമുള്ള അയാൾക്കൊന്നും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അവര് പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നവരൊന്നുമല്ല. ഭൂരിഭാഗം സ്ത്രീകൾക്കും ഇവിടെ സ്ത്രീകൾ എത്ര വരെ പാർട്ടിക്കാരികളുള്ളത്. സിസ്റ്റം ശരിയല്ലേ? 90% സ്ത്രീകളും പാർട്ടിക്കാരികളല്ല, പാർട്ടി പ്രവർത്തനത്തിലില്ല. പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ വല്ലതും അടിച്ചേപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണുമായിരിക്കും. പാർട്ടിയോട് വലിയ താല്പര്യമൊന്നും എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ അത് CPM ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പാർട്ടിക്കാരായിട്ട് അവരെ സജീവ പ്രവർത്തകരായിരിക്കും. അതാ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എത്ര മെമ്പറിലായിരിക്കും പാർട്ടിക്കാര്? അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു 40% പുരുഷന്മാർക്കും പാർട്ടിയില്ല. ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 28-30 വരെ ചിലരൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അവരാ വോട്ട് ചെയ്യുന്നത്. അതങ്ങനെ കുറച്ച് എന്തൊക്കെയോ വലിയ വരുമെന്നോ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഓരോ സംഭവങ്ങളൊക്കെ അവർ വാർത്ത കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒരാൾ ഇരിക്കുമോ? ഒരാൾക്ക് ഒരു ഇൻസിഡന്റ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇൻസിഡന്റ് ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ പോലീസുകാരെല്ലാം കൂടെ കിടന്ന് പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബറെ ഉണ്ടാക്കിക്കൊണ്ട് കയറുക. ഒരു കാര്യമില്ല, വേറൊരു പ്രശ്നമില്ലാത്ത പോലെ ആൾക്കാരൊക്കെ പിടിക്കുന്ന പണിയൊക്കെ കാണിച്ചപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് ഈ പറഞ്ഞ പിണറായി വിജയനാണ്. അപ്പൊ നമുക്ക് താല്പര്യം നഷ്ടപ്പെടുന്ന അങ്ങനെയാണെന്ന് വിചാരിക്കും ഒരാൾക്ക്. അതുപോലെ എല്ലാവർക്കും എന്നെ പോലെ എന്റെ 1000 പേര് കാണും. മനസ്സിലായി? പിൻവാതില് എന്തൊക്കെയാണ്. അതുകൊണ്ടൊക്കെ വരുമ്പോ അത് ഉറപ്പായിട്ടും ഭരണം പോകും. പിൻവാതിൽ വന്നപ്പോ തന്നെ ചെറുപ്പക്കാർക്ക് കുറെ പേർക്ക് അത് പോകും. പക്ഷെ ഇതിനോടുള്ള വിരോധം തീർക്കാൻ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലേ? ഇത് മറ്റവർക്കൊരു അടി കൊടുക്കുന്നതിന് തുല്യം എല്ലാവരും പാഠം പഠിച്ചു ഇനി വേണ്ട, അങ്ങനെ വേണ്ടെന്നുള്ള രീതിയിലൊരു മനുഷ്യൻ പ്രതികരിക്കുന്നേ കാണും. ഇവിടെ ശരിക്കും 3 പാർട്ടിക്കും കൊടുക്കേണ്ടത്. എന്റെ ഒരു കസിനോടെ ഈ ട്രംപ് ആണോ ബൈഡൻ ആണോ നല്ലതെന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞ ഉദാഹരണം, ഒരു പാത്രത്തിലൊരു
അപ്പി എടുത്ത് വെച്ചിട്ട് മുറിച്ചിട്ട് ഇതിനകത്ത് ഏത് കഷ്ണമാണ് നല്ലതെന്ന് ചോദിക്കും. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ, കറക്റ്റ് അത്. ഇതിനകത്ത് ഞാൻ പറയാം, 3 പാർട്ടി BJPക്കും ഭരണം കിട്ടും. എന്താ ഗുണമെന്നറിയോ? അങ്ങനെ വരുമ്പോ അവന്മാര് ഒരു പ്രശ്നം പറ്റും. BJP ഭരിച്ചു മടുത്തു, അടുത്ത കമ്മ്യൂണിസ്റ്റ് കയറി, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു മടുത്താൽ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും 3ാം ചാൻസ്. അപ്പൊ ഒരു പാർട്ടിക്ക് 2 ടേം 10 വർഷമായിട്ട് മൂഞ്ചി ഇരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാല് ഒന്നുകൂടെ പിടിക്കാൻ വേണ്ടി കട്ട പണിയെടുക്കും. മനസ്സിലായോ? പക്ഷെ രണ്ടാമത്തെ സെഷൻ ഇതുപോലെ വഴക്കും. അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. പക്ഷെ അപ്പൊ പ്രതിപക്ഷത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പണൻസ് ഉണ്ടെങ്കിൽ കുറെയൊക്കെ ഉഴപ്പ് തടയാൻ പറ്റും. ഇവിടെ ഇപ്പൊ മൊത്തത്തിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ഊറ്റായതുകൊണ്ട് ആർക്കും വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ട്രാൻസ്പെറൻസിയിലേക്ക് വരും. ഞാൻ 140 സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതായിരിക്കും അടുത്ത ഇലക്ഷൻ. അതെ, ഒരു കാര്യം ചെയ്യട്ടെ, ഈ ജനപ്രതിനിധികൾക്ക് എന്തിനാ ജനങ്ങൾക്കില്ലാത്തത്രയും സൗകര്യവും ശമ്പളവും? സൗകര്യവും ശമ്പളവും ജനപ്രതിനിധിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ജനതയുടെ ഒരു ആവറേജ് ജനതയെ ജീവിക്കുന്ന രീതി ജീവിച്ചാൽ മതി. അല്ലാതെ ലക്ഷറി ഉണ്ടാക്കുന്ന ജീവിക്കുന്നത് ജീവിക്കാൻ പാടില്ല. മറ്റവൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും. അതേ ലെവലിൽ കൊണ്ട് വിലയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരുടെ അവരുടെ ഒരു ആവറേജ് സാലറി ഇവർക്ക് കൊടുക്കാവും. ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ ഒരു ആവറേജ് സാലറി അതാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. അതേ സൗകര്യമേ കൊടുക്കാവും. ഇവ തലയെ കയറ്റിയെടുത്ത് രാജാവിനെ പോലെ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ രാജാവെന്ന് വിചാരിക്കുന്നത് പ്രതിനിധി എന്നൊക്കെ മാറിപ്പോകുന്നു. ഇവരുടെ ചിന്ത മാറും. ഇവരിന്ന് രാജാവാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നതിന്റെ ഒരു മന്ത്രിയാണ് എന്ന് വിചാരിച്ചതാണ് ഇപ്പൊ കണ്ടത്. മതി.